ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് CPI ആണ്. തൊട്ടു പിന്നാലെ മിനിറ്റുകൾക്കുള്ളിൽ CPMന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ഇടതുപക്ഷത്തിന് വലിയൊരു എഡ്ജ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ആദ്യം തന്നെ പ്രചരണ രംഗത്ത് സജീവമാവുകയാണ് ഇടത് സ്ഥാനാർത്ഥികൾ. നിമിഷങ്ങൾക്കകം റാലികൾ, എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടി നടന്ന റാലികൾ, എല്ലാ സ്ഥാനാർത്ഥികളുടെയും റാലികളൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ ആദ്യ മണിക്കൂറിൽ തന്നെ റാലികളുമായി കളം നിറഞ്ഞ സ്ഥാനാർത്ഥികൾ ഇന്ന് രണ്ടാം ദിവസവും വലിയ രീതിയിൽ പ്രചരണ രംഗത്ത് സജീവമാണ്. സിറ്റിംഗ് MLA-മാരെ നിലനിർത്തിയും ഘടകകക്ഷികളുമായി വില പേശാതെയും പിണക്കാതെയും ഒക്കെ മാത്രവുമല്ല പ്രാദേശിക എതിർപ്പുകൾ പോലും വകവെക്കാതെയുമാണ് സ്ഥാനാർത്ഥി നിർണയം CPM വളരെ വേഗത്തിൽ പൂർത്തിയാക്കിയത്. സ്ഥാനാർത്ഥികൾ പ്രചാരണം കടുപ്പിക്കുമ്പോൾ പലയിടങ്ങളിലും പക്ഷേ വെല്ലുവിളികളും ശക്തമാകുന്നതാണ് നമ്മൾ ഇന്ന് കാണുന്നത്. സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ കോൺഗ്രസും BJPയും തീരുമാനിച്ചതോടെ തളിപ്പറമ്പിലും പയ്യന്നൂരിലും ആലപ്പുഴയിലും നാട്ടികയിലുമെല്ലാം വലിയ വെല്ലുവിളി വരികയാണ്. ഇതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. തളിപ്പറമ്പിലാണ് ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഇടതുമുന്നണിയെ സംബന്ധിച്ചുണ്ടാകുന്നത്. പാർട്ടിയുടെ ഏറ്റവും അടുത്തിടെയുള്ള കണ്ണൂർ ജില്ലയിൽ നേരത്തെ തന്നെ മുറുമുറുപ്പുകൾ നമ്മൾ കേട്ടു തുടങ്ങിയതാണ്. ഇപ്പോൾ തളിപ്പറമ്പിൽ PK ശ്യാമളയ്ക്കെതിരെ TK ഗോവിന്ദൻ മത്സരിക്കും എന്ന വിവരമാണ് വരുന്നത്. LDF സ്ഥാനാർത്ഥി PK ശ്യാമളയ്ക്കെതിരെ വിമത നീക്കം ശക്തമാക്കിയിരിക്കുന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ട് എന്താണ് തന്റെ കടുത്ത തീരുമാനത്തിന് പിന്നിലെ കാരണങ്ങൾ എന്നത് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ കടുത്ത എതിർപ്പാണ് അവിടെ ഉയർന്നിരുന്നത്. ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഈ എതിർപ്പ് ഉയർന്നിരുന്നതാണ്. അതിനിടെയാണ് വിമതനായി ഇദ്ദേഹം മത്സരിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. സീനിയർ നേതാവ് കൂടിയായ TK ഗോവിന്ദൻ ആ കാര്യങ്ങൾ തുറന്നു പറയുകയാണ്. 3 തവണ MV ഗോവിന്ദൻ മത്സരിച്ചു. 4ാമത് ഭാര്യയെ മത്സരിക്കുമ്പോൾ 4ാമതും മത്സരിക്കുന്നത് MV ഗോവിന്ദൻ തന്നെയാണ്. ഇതിനെതിരെ ഉയർന്ന എതിർപ്പുകൾ ഒന്നും വകവെച്ചില്ല, ആ എതിർപ്പുകൾ പരിഗണിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് കൂടുതൽ കടുത്ത തീരുമാനത്തിലേക്ക് പോകേണ്ടി വന്നതെന്ന് പറയുന്നു. മാത്രവുമല്ല പാർട്ടിയുടെ രീതികൾ അനുസരിച്ചുള്ള കാര്യങ്ങളൊന്നുമല്ല MLA സ്ഥാനത്തിരുന്ന് MV ഗോവിന്ദൻ ചെയ്യുന്നത് എന്നൊരു ആക്ഷേപം കൂടി ഉണ്ടാകുന്നു. മണ്ഡലം കമ്മിറ്റിയെ കാഴ്ചക്കാരാക്കിയാണ് MLA-മാരുടെ പണവിനിയോഗം പോലും നടക്കുന്നത് തുടങ്ങിയ ആരോപണങ്ങളുണ്ട്. ഒപ്പം സാജന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും ചില കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം നമുക്ക്. നാലാമത്തെ തവണ ആ കസേരയിലേക്ക് ഭാര്യയെ പിടിച്ചിരിക്കുന്ന നയത്തോടെ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തിക്കാൻ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് എനിക്കാവില്ല. കാരണം എനിക്കിനോട് യോജിപ്പില്ല. കാരണം നിങ്ങൾ നമ്മുടെ പാർട്ടിയുടെ ചരിത്രം എങ്ങനെയാണെന്ന് അറിയുന്നില്ല. കാരണം MP ടൈം ആയാൽ പിന്നെ മത്സരം പാടില്ല. നിങ്ങൾ സംശയമാണ് മുഴുവൻ. അപ്പോൾ വളരെ ശക്തമായ വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. പാർട്ടിയുടെ പോക്കിൽ തെറ്റുണ്ട്, അത് ചൂണ്ടിക്കാട്ടുകയാണ്, അത് തങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന കാര്യം സൂചിപ്പിക്കുകയാണ്. പാർട്ടി ഗ്രാമമായ മലപ്പട്ടത്തെ നേതാവ് കൂടിയാണ് TK ഗോവിന്ദൻ. നിലവിൽ കൈത്തറി വികസന കോർപ്പറേഷൻ ചെയർമാനാണ്. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രി ചെയർമാനായിരുന്നു. ശ്രീകണ്ഠപുരം മയിൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. മുതിർന്ന നേതാവാണ്, നേതൃതലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹമാണ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന വലിയ തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ തുറന്ന് പറയുകയും അത് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാനും ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതിനപ്പുറം അദ്ദേഹം മത്സരരംഗത്തേക്ക് കൂടി വരുന്നു, വിമത സ്ഥാനാർത്ഥിയാകും എന്ന സൂചന കൂടിയാണ് ഉയരുന്നത്. സ്ഥാനാർത്ഥി ചർച്ചയ്ക്ക് പിന്നാലെ പാർട്ടി യോഗങ്ങളിൽ TK ഗോവിന്ദൻ പങ്കെടുത്തിരുന്നില്ല. ഒരാഴ്ച പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുക്കാതെ വിട്ടുനിൽക്കുകയായിരുന്നു. മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ നിന്നും തുടർച്ചയായി ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിലും ഒന്നും അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. കടുത്ത എതിർപ്പും അസംതൃപ്തിയും തളിപ്പറമ്പിലെ പാർട്ടിയിൽ ശക്തമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. വിവരങ്ങളുമായി നമുക്കൊപ്പം VR കാർത്തിക് ചേരുകയാണ്. കാർത്തിക്, അങ്ങേയറ്റം പ്രതിസന്ധിയിലേക്ക് കണ്ണൂരിൽ CPM പോകുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പാർട്ടി ഗ്രാമത്തിൽ നിന്ന് ഉള്ള മുതിർന്ന നേതാവ് തന്നെ CPM സംസ്ഥാന സെക്രട്ടറിക്കെതിരെ കടുത്ത ആരോപണങ്ങളുമായി രംഗത്ത് വരുന്ന സാഹചര്യമാണ്. ഇത് തെരഞ്ഞെടുപ്പ് രംഗത്ത് CPMനെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണോ? എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത്?
രേണു, CPM-ലെ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ തന്നെ പാർട്ടിക്കുള്ളിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ട് എന്ന തരത്തിൽ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ പരസ്യ പ്രതികരണത്തിന് ഒരു നേതാക്കളും തയ്യാറായില്ല. താഴെത്തട്ടിലെ ഒരു വികാരമായി മാത്രമാണ് അതിനെ കണക്കാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ CPM-നെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായി പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദൻ തന്നെ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ തുറന്നടിച്ച് വാർത്താ സമ്മേളനം വിളിച്ചാണ് അദ്ദേഹം തുറന്നടിച്ച് വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. ഇത് സാധാരണഗതിയിൽ CPM-ൽ ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകുന്നതല്ല. കുഞ്ഞികൃഷ്ണന് പിന്നാലെ ഗോവിന്ദൻ കൂടി ഇത്തരത്തിൽ പരസ്യ പ്രതികരണവുമായി രംഗത്ത് വന്നത് കണ്ണൂരിലെ പാർട്ടിയെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ഏറെ ദൂരം പ്രചരണവുമായി മുന്നോട്ട് പോയ ഘട്ടത്തിലാണ് ഇത്തരം ഒരു വിമർശനം. പ്രധാനമായും TK ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടുന്ന വിമർശനങ്ങൾ ഒന്ന് ഈ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചതാണ്. PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയത് ആസൂത്രിതമാണ് എന്നാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു വിമർശനം. ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയത് MV ഗോവിന്ദനാണെന്നും അദ്ദേഹം തുറന്നടിക്കുന്നു. അതായത് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നപ്പോൾ അതിന് മുൻപ് തന്നെ തളിപ്പറമ്പിൽ ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് നേതൃതലത്തിൽ ധാരണയുണ്ടായിരുന്നു എന്ന വിവരങ്ങളാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. മാത്രമല്ല തളിപ്പറമ്പിൽ നടന്നത് അനീതിയാണ്, ഇത് സംഘടനാ രീതിക്ക് ചേരാത്തതാണ് എന്നുകൂടി ഏറെ കാലമായി പാർട്ടിയുടെ സമുന്നത ശ്രേണിയിൽ പ്രത്യേകിച്ച് കണ്ണൂരിലെ CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവ് തന്നെ ഇത്തരത്തിൽ പരസ്യമായി തുറന്നടിച്ചിരിക്കുന്നു. നമുക്കറിയാം, നേരത്തെ പല ഘട്ടങ്ങളിലും PK ശ്യാമളയ്ക്കെതിരെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ആന്തൂർ നഗരസഭാ ചെയർമാനായിരിക്കെ വ്യവസായി സാജന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലൊക്കെ PK ശ്യാമള ഉൾപ്പെട്ടിരുന്നു. എന്നാൽ ആ വിവാദങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ PK ശ്യാമളയ്ക്കെതിരെ TK ഗോവിന്ദൻ ആയുധമാക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയത് ആസൂത്രിതമാണ് എന്ന് പറയുന്നതിനൊപ്പം തന്നെ ഇത്തരത്തിൽ ആന്തൂരിലെ വ്യവസായി സാജന്റെ ആത്മഹത്യയിൽ PK ശ്യാമളയുടെ വീഴ്ചകളുണ്ട്. PK ശ്യാമളയെ സമീപിച്ചതുമായി ബന്ധപ്പെട്ട് അന്ന് നടന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ച് പരസ്യമാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഒപ്പം മറ്റൊരു കാര്യം കൂടി TK ഗോവിന്ദൻ പറയുന്നു. അതാണ് ഏറെ ശ്രദ്ധേയം. P ജയരാജനെ കണ്ണൂരിലെ പാർട്ടി ഒതുക്കി എന്നുകൂടി TK ഗോവിന്ദൻ പറഞ്ഞു വയ്ക്കുന്നു. നിലവിൽ കൈത്തറി വികസന കോർപ്പറേഷന്റെ ചെയർമാൻ കൂടിയാണ് TK ഗോവിന്ദൻ. അത്തരത്തിൽ ഒരു മുതിർന്ന നേതാവ്, പാർട്ടിയുടെ നിർണായക ഘടകത്തിലുള്ള നേതാവ്, പാർട്ടിയുടെ നിർണായക ചുമതലകൾ വഹിച്ചിരുന്ന നേതാവ്, മലപ്പട്ടത്തെ മുതിർന്ന നേതാവ്, അത്തരത്തിൽ ഒരു നേതാവ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ തളിപ്പറമ്പിൽ ഇത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം അതിനെതിരെ പരസ്യമായി രംഗത്ത് വരുന്നു എന്നതാണ് CPM-ന് വലിയ തോതിൽ അത് പ്രതിരോധത്തിലാക്കും. സ്വാഭാവികമായും CPM സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രതികരണങ്ങൾ ഇക്കാര്യത്തിൽ വരേണ്ടതുണ്ട്. നേരത്തെ തന്നെ നമുക്കറിയാം, CPM സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷവും തളിപ്പറമ്പിൽ MV ഗോവിന്ദൻ MLA ആയി തുടർന്നു. എന്നാൽ കഴിഞ്ഞ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പല പേരുകളും അവിടെ ഉയർന്നു വന്നിരുന്നു. നേരത്തെ ജെയിംസ് മാത്യുവിൻ്റെ ഭാര്യ PK സുകന്യയുമായി ബന്ധപ്പെട്ട പേരുകൾ ഉയർന്നു വന്നിരുന്നു. MV നികേഷ് കുമാറിൻ്റെ പേര് ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. ആ ഘട്ടത്തിലൊക്കെ ചർച്ചകൾ നടന്നു എന്നാണ് പുറത്ത് വാർത്തകളായി വന്നിരുന്നത്. പക്ഷേ അപ്പോഴും ഇപ്പോൾ ഈ TK ഗോവിന്ദൻ പറയുന്നതുമായി കൂട്ടി വായിക്കുമ്പോൾ ഈ സ്ഥാനാർത്ഥിത്വം ആസൂത്രിതമായിരുന്നു എന്ന് TK ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നു. ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയത് MV ഗോവിന്ദൻ തന്നെയാണ്. ഇത്തരത്തിൽ ആസൂത്രിതമായിരുന്നു ഈ സ്ഥാനാർത്ഥി നിർണയം. മാത്രമല്ല ഇത്തരത്തിൽ പാർലമെന്റേറിയൻ വ്യാമോഹങ്ങൾ എന്ന തരത്തിൽ കൂടി CPM സംസ്ഥാന സെക്രട്ടറി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒളിയമ്പുകൾ TK ഗോവിന്ദൻ സെക്രട്ടറിയെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് ഗുരുതരമായ ആരോപണങ്ങളാണ് TK ഗോവിന്ദൻ ഇവിടെ ഉയർത്തുന്നത്. ഒരു കാര്യത്തിൽ സംശയമില്ല. ഈ 140 മണ്ഡലങ്ങളിലും ഈ വിഷയം ചർച്ചയാകുന്ന ഒരു സാഹചര്യം കൂടി സൃഷ്ടിച്ചിരിക്കുകയാണ് TK ഗോവിന്ദന്റെ ഈ തുറന്നു പറച്ചിൽ എന്ന് തന്നെ നമുക്ക് പറയാം. പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ ആരോപണ വിധേയനാകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. കാർത്തിക്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തനി പാർട്ടി ബന്ധം, പതിറ്റാണ്ടുകളുടെ പാർട്ടി ബന്ധം ഉപേക്ഷിക്കുകയാണ് എന്നതാണ് TK ഗോവിന്ദൻ പറയുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ നീക്കം? മത്സര രംഗത്തുണ്ടാകുമെന്ന കാര്യം ഇതിനോടകം തുറന്നു പറഞ്ഞിട്ടുണ്ടോ? മറ്റാരുടെയെങ്കിലും പിന്തുണ അദ്ദേഹം തേടുമോ? അങ്ങനെയാണെങ്കിൽ ഏറ്റവും സുരക്ഷിത കോട്ട എന്ന് കരുതുന്ന തളിപ്പറമ്പിൽ തെരഞ്ഞെടുപ്പ് എത്രമാത്രം കടുക്കും? എന്താണ് ആ സാഹചര്യം? TK ഗോവിന്ദൻ മനസ്സ് തുറക്കുന്നുണ്ടോ ആ നിലയിൽ? ആവശ്യമെങ്കിൽ മത്സരിക്കുമെന്നാണ് TK ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നത്. അതായത് തളിപ്പറമ്പിൽ ഒരു വിമത സ്ഥാനാർത്ഥിയായി TK ഗോവിന്ദൻ ഉണ്ടാകുമെന്ന കൃത്യമായ സന്ദേശം അദ്ദേഹം നൽകുന്നു. പക്ഷേ സ്വാഭാവികമായും കണ്ണൂർ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം തന്നെ ഇത്തരത്തിലൊരു നീക്കവുമായി മുന്നോട്ട് വരുമ്പോൾ മറ്റ് കേന്ദ്രങ്ങൾ അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്ന് അറിയണം. നേരത്തെ തന്നെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഏറെ മുന്നോട്ട് പോയ ഒരു മണ്ഡലം കൂടിയാണ് തളിപ്പറമ്പ്. അവിടെ അബ്ദുൾ റഷീദ് എന്ന ഒരു യുവ നേതാവാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. ഇത്തവണയും അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഏറെക്കുറെ ഉറപ്പായ സാഹചര്യവുമാണ് നിലവിലുള്ളത്. എന്നാൽ ഒരുപക്ഷെ കോൺഗ്രസ് പോലും കണക്കുകൂട്ടാത്ത തരത്തിൽ തളിപ്പറമ്പിൽ CPM-ന്റെ ശക്തി കേന്ദ്രമായ തളിപ്പറമ്പിൽ ഇത്തരത്തിൽ ഒരു പൊട്ടിത്തെറി പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിരിക്കുന്നു. ആ അവസരം
അവസരം സ്വാഭാവികമായും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം ഏത് തരത്തിൽ നോക്കിക്കാണും, അതിനെ വിനിയോഗിക്കാൻ ശ്രമിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനി വ്യക്തത വരണം. എന്തായാലും സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് ഏറെ ദൂരം മുന്നോട്ട് പോയതിനാൽ അവിടെ ഒരു സ്വതന്ത്രനെ പിന്തുണയ്ക്കുന്ന തരത്തിൽ, പ്രത്യേകിച്ച് നമ്മൾ അമ്പലപ്പുഴയിലൊക്കെ കണ്ടതുപോലെ ഒരു മുതിർന്ന നേതാവ് ജി സുധാകരൻ പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തെ നിരുപാധികം പിന്തുണ അദ്ദേഹത്തിന് നൽകുന്ന രീതിയായിരുന്നു കണ്ടത്. എന്നാൽ തളിപ്പറമ്പിൽ അത്തരത്തിലൊരു സാഹചര്യത്തിന് സാധ്യത കുറവാണ്. കാരണം പാർട്ടിയുടെ ശക്തി കേന്ദ്രമാണ്. സ്വാഭാവികമായും വിമത സ്ഥാനാർത്ഥിയായി ടി.കെ. ഗോവിന്ദൻ വന്നാൽ ഒരുപക്ഷെ പാർട്ടി വോട്ടുകളായിരിക്കും ഭിന്നിച്ചു പോവുക എന്നൊരു കണക്കൂട്ടലിലേക്കാവും അവർ എത്തുക എന്നാണ് നേതാക്കളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ഘട്ടത്തിലൊന്നും തന്നെ അവർ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. പക്ഷേ CPM ഉള്ളിൽ ഉയർന്ന ഉൾപാർട്ടി പ്രശ്നം അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളാവും സ്വാഭാവികമായും എതിർചേരിയുടെ ഭാഗത്തു നിന്നുണ്ടാകുക. പയ്യന്നൂരിന് പിന്നാലെയാണ് തളിപ്പറമ്പിലും ഈ രീതിയിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത്. ഒരു ഘട്ടത്തിൽ ഇത് വലിയ പ്രശ്നമാകും എന്ന നിലയിൽ ഉയർന്നു വന്നതാണ്. എന്നാൽ അതിനെ പാടെ അവഗണിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് CPM പോവുകയായിരുന്നു. ഈ നിലയിൽ ഇത് മാറും എന്നത് CPM നേതൃത്വം കണ്ടില്ല, കണക്ക് കൂട്ടിയില്ല എന്ന് വേണമോ മനസ്സിലാക്കാൻ? തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ ആദ്യഘട്ടം മുതൽ തന്നെ പല അഭിപ്രായ ഭിന്നതകളും ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ ഈ അഭിപ്രായ ഭിന്നതകളൊക്കെ തന്നെ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ ഘടകത്തിൽ വന്നതുമാണ്. പക്ഷേ അതൊന്നും പരിഗണിക്കപ്പെട്ടില്ല. ആ പരിഗണിക്കപ്പെടാത്തതിൻ്റെ അസ്വസ്ഥതകളാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. സ്വാഭാവികമായും ടി.കെ. ഗോവിന്ദൻ തന്നെ പറഞ്ഞു വെക്കുന്നത് വിജയസാധ്യത കുറവാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ മാഷിനോട് നേരിട്ട് തന്നെ പറഞ്ഞിരുന്നു. അതായത് CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനോട് നേരിട്ട് തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും മുഖവിലേക്കെടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല. നേരത്തെ രേണു ചോദിച്ച വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് പയ്യന്നൂരിൽ നേരത്തെ കുഞ്ഞികൃഷ്ണൻ ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ അവതരിപ്പിക്കുന്ന കണക്കുകളുമായി ബന്ധപ്പെട്ട പല വിമർശനങ്ങളും ഉന്നയിച്ച് അദ്ദേഹം പുറത്തു പോയിരുന്നു. സമാനമായ രീതിയിൽ അതേ വിമർശനങ്ങൾ തന്നെ ടി.കെ. ഗോവിന്ദനും ഉന്നയിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. മണ്ഡലം കമ്മിറ്റിയിൽ 3 പേർ ഒഴികെ മുഴുവൻ ആളുകളും ഈ സ്ഥാനാർത്ഥിത്വത്തോട് വിയോജിച്ചു എന്നുകൂടി, P.K. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തോട് വിയോജിച്ചു എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. മാത്രമല്ല, നമ്മൾ പറഞ്ഞു വന്നത് ഈ കണക്ക് പാർട്ടിക്കുള്ളിൽ ഇത്തരത്തിൽ കണക്കുകൾ പരസ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ കൂടി ഇദ്ദേഹം വിരൽ ചൂണ്ടുന്നു എന്നതാണ് ശ്രദ്ധേയം. CPM സംസ്ഥാന സെക്രട്ടറിയായി MB ഗോവിന്ദൻ വന്നതിന് ശേഷം മണ്ഡലം കമ്മിറ്റിയിൽ കണക്കവതരണമില്ല എന്നൊരു ഗുരുതരമായ വിമർശനം കൂടി ടി.കെ. ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ തിരിമറികൾ നടന്നിട്ടുണ്ട്, സ്പോൺസർഷിപ്പിലൂടെ പണം സമാഹരിച്ചു, അത്തരത്തിൽ പല വിമർശനങ്ങളും ടി.കെ. ഗോവിന്ദൻ ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നു. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട എതിർപ്പിനൊപ്പം പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ കൂടി അദ്ദേഹം പരസ്യമാക്കിയാണ് രംഗത്ത് വരുന്നത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് പാർട്ടിയിൽ വിഭാഗീയത ശക്തമാണ് എന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വ്യക്തമാണ്. കാരണം P. ജയരാജനെ പാർട്ടി ഒതുക്കുന്നു എന്ന് പരസ്യമായി പറഞ്ഞു വെക്കുന്നു ടി.കെ. ഗോവിന്ദൻ. അതോടൊപ്പം തന്നെ ഈ P.K. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം ആസൂത്രിതമാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അതായത് ചില നേതാക്കൾ ഏകപക്ഷീയമായി കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്ന വിമർശനമാണ് അദ്ദേഹം പ്രധാനമായും ഉന്നയിക്കുന്നത്. എന്തായാലും പാർട്ടിക്ക് തളിപ്പറമ്പിൽ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് കണ്ണൂർ ജില്ലയിലും ഈ ടി.കെ. ഗോവിന്ദൻ അടക്കമുള്ളവരുടെ ഈ വിമത നീക്കം വലിയ പ്രതിരോധം സൃഷ്ടിക്കും. അതിനെ CPM എങ്ങനെ മറികടക്കുമെന്ന് കാണണം. സംസ്ഥാന സെക്രട്ടറിക്കെതിരെ തന്നെ ഉയർന്ന ആരോപണങ്ങൾ എന്ന നിലയിൽ എല്ലാ മണ്ഡലങ്ങളിലും ഉയർന്ന് കേൾക്കാൻ അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ പോകുന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ CPM കണ്ണൂരിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ കാർത്തിക് സൂചിപ്പിച്ചതുപോലെ തന്നെ പയ്യന്നൂരിൽ TI മധുസൂദനനെതിരെ V. കുഞ്ഞികൃഷ്ണൻ മത്സര രംഗത്ത് വരാനുള്ളൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂരിൽ ഇടത് സ്ഥാനാർത്ഥി TI മധുസൂദനെതിരെ CPM പുറത്താക്കിയ മുൻ ജില്ലാ കമ്മിറ്റി അംഗം V. കുഞ്ഞികൃഷ്ണൻ മത്സരിക്കും. പയ്യന്നൂർ മണ്ഡലത്തിൽ TI മധുസൂദനെ CPM വീണ്ടും മത്സരിപ്പിക്കാൻ തീരുമാനിച്ച പശ്ചാത്തലത്തിലാണ് കുഞ്ഞികൃഷ്ണൻ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വാർത്താസമ്മേളനം വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ അറിയിച്ചത്. ഇത്രയും ആരോപണങ്ങൾക്ക് വിധേയനായ ഒരു വ്യക്തിയെ വീണ്ടും സ്ഥാനാർത്ഥിയായി പയ്യന്നൂരിൽ മത്സരിപ്പിക്കാൻ ഇടതുപക്ഷം സന്നദ്ധമാകില്ല എന്ന വിശ്വാസത്തിലാണ് നേരത്തെ നിലപാട് പറയാതിരുന്നത് എന്നത് മധുസൂദനൻ പറയുന്നുണ്ട്. പക്ഷേ ഇടതുപക്ഷം അദ്ദേഹത്തെ തന്നെ പയ്യന്നൂരിൽ നിന്ന് മത്സരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം കൈക്കൊണ്ടു. ആ സാഹചര്യത്തിലാണ് മത്സര രംഗത്തേക്ക് വരുന്നത് എന്നതാണ് അദ്ദേഹം പറയുന്നത്. തന്റെ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. ആ സാഹചര്യത്തിൽ മത്സരിക്കുന്നു എന്നതാണ് കുഞ്ഞികൃഷ്ണൻ പറയുന്നത്. അതിനാൽ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിക്കുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു എന്ന് കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കി. അഴിമതിക്കെതിരായുള്ള പോരാട്ടം എന്നുള്ള നിലയിലാണ് ഇതിനെ കാണുന്നതെന്നും ഇടതുപക്ഷത്തിനെതിരായുള്ള ഒരു പോരാട്ടമായി സ്ഥാനാർത്ഥിത്വത്തെ കാണുന്നില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. പയ്യന്നൂരിലെ ഫണ്ട് വിവാദത്തിൽ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന V. കുഞ്ഞികൃഷ്ണനെ CPM പുറത്താക്കിയത്. ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിലും രക്തസാക്ഷി ധനരാജിന്റെ ഫണ്ടിലും ക്രമക്കേട് നടന്നതായി കുഞ്ഞികൃഷ്ണൻ ആരോപിച്ചിരുന്നു. അതിനെ തുടർന്ന് പുറത്താക്കി. അദ്ദേഹം പുസ്തകത്തിന്റെ രൂപത്തിൽ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. അതിനുശേഷം ഇപ്പോൾ TI മധുസൂദനനെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ച ഘട്ടത്തിലാണ് ഇപ്പോൾ മത്സര രംഗത്തേക്ക് അദ്ദേഹം വരുന്നത്. ആ പ്രതികരണം ഒന്ന് കേൾക്കാം.
ഞാൻ പറയാത്ത കാര്യം ചില മാധ്യമങ്ങൾ ഇന്നലെ മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നാണ് ചില മാധ്യമങ്ങൾ ഇന്നലെ മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ കേരളത്തിലെ ഒരു മാധ്യമത്തോടും അതല്ലെങ്കിൽ ഒരാളോടും ഞാൻ മത്സരിക്കുന്ന വിവരം ഇന്നലെ വരെ അറിയിച്ചിരുന്നില്ല എന്നതാണ് വസ്തുത. കാരണം ഇന്നലെ രാത്രി ഏതാണ്ട് 10 മണിയോട് അടുത്താണ് മത്സരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുന്നത്. മാധ്യമങ്ങൾ ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ നിലയിൽ വാർത്ത കൊടുക്കുകയാണ് ചെയ്തത്. ഇന്നലെ തീരുമാനിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂർ അസംബ്ലി മണ്ഡലത്തിൽ സ്വതന്ത്രനായി ഞാൻ മത്സരിക്കണം എന്നതാണ്. ഞാൻ പയ്യന്നൂരിലെ സംഘടനാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടങ്ങിവെച്ച പോരാട്ടം, ആ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മത്സരിക്കേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ ഇതാണ് അവിടെ മത്സരിക്കേണ്ടി വരുന്ന സാഹചര്യം എന്നതാണ് കുഞ്ഞികൃഷ്ണൻ വിശദീകരിക്കുന്നത്. അപ്പോൾ കണ്ണൂരിൽ 2 ഇടത്താണ് CPM-നെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി വരുന്നത്. തെക്കൻ കേരളത്തിലേക്ക് വന്നാൽ അമ്പലപ്പുഴയിൽ സുധാകരൻ ഉയർത്തിയ വെല്ലുവിളി നമ്മൾ കണ്ടതാണ്. സുധാകരനെ വർഗവഞ്ചകൻ എന്ന് പറഞ്ഞാണ് CPM അവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളിൽ ആ രീതിയിലാണ് സുധാകരനെതിരായ നിലപാട് CPM സ്വീകരിച്ചിരിക്കുന്നത്. അവിടെ G. സുധാകരന് കോൺഗ്രസിന്റെ പിന്തുണ വരുന്നു എന്നതാണ് ഇന്ന് നമ്മൾ കണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.